മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള രണ്ടാംഘട്ട ചർച്ചയിലേക്ക് കടന്ന ഹൈക്കമാൻഡ്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. കേരളത്തിലെത്തിയ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. മുഖ്യമന്ത്രിയെ വേഗം തീരുമാനിക്കണമെന്ന നിരീക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നേതാക്കളെ ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. രാത്രി 11 മണിയോടുകൂടി ഡൽഹിയിലെത്തുന്ന വി.ഡി. സതീശന് കേരള ഹൌസിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഡി ധനസുമോദ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദ, ഏത് രീതിയിലായിരിക്കും ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. വിനിഷ, ഇന്ന് നേതാക്കന്മാർ ഫ്ലൈറ്റ് വൈകിയാണ് പുറപ്പെടുന്നത്. ഒരു 12 മണിയോടുകൂടി ഡൽഹിയിലെത്തും അവർ. സണ്ണി ജോസഫും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണ് എത്തുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആഗ്രഹിച്ച അവരുടെ പേരുള്ളത് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ഡൽഹിയിൽ തന്നെ തങ്ങുന്നുണ്ട്. ഇവർ രണ്ടുപേരും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ ഇന്നെത്തുന്നതോടുകൂടി നാളെ രാവിലെയാണ് ചർച്ച ആരംഭിക്കുന്നത്. ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നിരീക്ഷകർ പറഞ്ഞത് സാധാരണ ഒരു സാവധാനം എടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ വലിയ തരത്തിലുള്ള സ്ഥിതിഗതികൾ മോശമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് മല്ലികാർജ്ജുന ഖാർഗെയോട് അവർ പങ്കുവച്ചത്. ആ ഒരു സാഹചര്യം നിരീക്ഷകരുടെ ഈ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചാണ് നേതാക്കന്മാരോട് വളരെ അടിയന്തരമായി എത്താൻ പറഞ്ഞത്. സാധാരണ നേരത്തെ അധികാരം കിട്ടിയ തെലങ്കാനയിലും കർണാടകയിലും എല്ലാം ഭൂരിപക്ഷം MLA-മാരുടെ ഭൂരിപക്ഷം മാത്രം നോക്കിയായിരുന്നു മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ തരത്തിലുള്ള വി.ഡി. സതീശന് അനുകൂല പ്രകടനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. മാത്രമല്ല ഈ ബാനറും പോസ്റ്ററും പരസ്പരം ചെളിവാരി എറിയലും കരിയോലൊഴിക്കലും കഴിഞ്ഞ് ഒരു വിജയത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി ഒന്ന് പരിഗണിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ. അന്തിമമായി ഒരു തീരുമാനം മുഖ്യമന്ത്രിയിലേക്ക് എടുക്കുമ്പോൾ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവരുത് എന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് 48 മണിക്കൂർ എടുത്ത് ഞായറാഴ്ച പ്രഖ്യാപിക്കാം എന്ന് കരുതിയിരുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൽ ഒരു ധാരണ എത്തൽ അത് നാളെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. മാത്രമല്ല ഒരാളെ മുഖ്യമന്ത്രിയാക്കുകയും ബാക്കി 2 പേർക്ക് ഒരു മാന്യമായ ഒരു പാക്കേജ് നൽകി അവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ഫോർമുല കൂടി ഉരുത്തിരിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. ശരി, ഡി ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.